ഹൈന്ദവ വിശ്വാസത്തെയും ഹിന്ദു ദൈവങ്ങളെയും അധിക്ഷേപിച്ച സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം മലപ്പുറം അരീക്കോട് നടന്ന സമ്മേളനത്തിലാണ് വിവാദ പരാമർശം നടത്തിയത്. പരാമർശത്തിനെതിരെ ഇതിനോടകം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. ശിവനെയും പാർവതിയെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതായിരുന്നു സമസ്ത സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസംഗം. മലപ്പുറം അരീക്കോട് നടന്ന ആദർശ സമ്മേളന വേദിയിലായിരുന്നു അവഹേളിക്കുന്ന പരാമർശം. മദ്രസ ആരാധനാലയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവന് പാർവതിന്റെ പറഞ്ഞിട്ടിങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കോടതി ചെയ്യാണ് സർവേ നടത്തണം. ഇതാണ് സ്ഥിതി. ഇസ്ലാമിക അധിനിവേശത്തിന്റെ ഭാഗമായി ഉയർത്തപ്പെട്ട പള്ളികളിൽ ചരിത്രപരവും നിയമപരവുമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതാണ് സംസ്ഥാന നേതാവിനെ ചൊടിപ്പിച്ചത്. ശിവനെയും പാർവതിയും നിന്ദിക്കുന്ന വാക്കുകളാണ് ഉമർ ഫൈസി പൊതുവേദിയിൽ പറഞ്ഞത്. അയോധ്യ രാമജന്മഭൂമി വഖഫ് ഭൂമിയാണെന്ന ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ പരാമർശത്തിന് പിന്നാലെയാണ് സമസ്ത നേതാവിന്റെയും വിവാദ പരാമർശം. തീവ്ര വർഗീയ നിലപാടുകൾ ഇതിനു മുമ്പും ഉയർത്തിപ്പിടിച്ച നേതാവാണ് ഉമർ ഫൈസി. തട്ടമിടാത്തവർ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന പരാമർശം പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഹൈന്ദവ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന സമസ്ത നേതാവിന്റെ പരാമർശങ്ങൾക്കെതിരെ ഇതിനകം വലിയ പ്രതിഷേധം ഉയർന്നു വന്നു കഴിഞ്ഞു. ജനം, കോഴിക്കോട്.